വിചാരിച്ചു ഓക്കെ പെയിനാണ്, പെയിൻഫുള്ളാണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പറയാനില്ല. പക്ഷെ പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഇന്നലെ നൈറ്റ് എനിക്ക് ഇങ്ങനെ കരച്ചിൽ വന്നു. ഒരു എന്തോ എനി റീസൺ, കുഞ്ഞ് റീസൺ അതിന് വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷെ പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഐ ഗോട്ട് റീസൺ എന്തുകൊണ്ട് കരഞ്ഞു. പീരിയഡ്സ് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് വരുന്ന ആ കുണഞ്ഞ ഒരു വൃത്തികെട്ട, നമ്മളെ വരെ ഇല്ലാണ്ടാക്കുന്ന ഒരു തരം വൃത്തികെട്ട ഒരു മൂഡ് സ്വിങ്സ് ഇല്ലേ, അതാണ് ഇന്നലെ വന്ന് എന്നെ ഇടങ്ങേറാക്കിയത്. പിന്നെ പീരിയഡ്സ് ആയി, പാഡ് വെക്കലായി, ബ്ലഡ് വരലായി, വയറുവേദനയായി. എങ്ങനെ സഹിക്കുക? എനിക്ക് പറ്റുന്നില്ല. സത്യം പറയാലോ, എനിക്ക് വുമൺഹുഡ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ദിവസങ്ങളാണിത്. സീരിയസ്ലി എനിക്ക് ഇഷ്ടമേ അല്ല. ആർക്കും ഇഷ്ടമില്ല എന്നറിയാം. ഇഷ്ടമല്ലാഞ്ഞിട്ടും പിന്നെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനേക്കാളൊരു വൃത്തികെട്ട അവസ്ഥ എന്താ ഉള്ളത്? ഇത് പറയുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. എനിവേ പീരിയഡ്സ് ആണെങ്കിലും എന്ത് കോപ്പാണെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആ ഒരു ബുദ്ധിമുട്ടും കൂടി സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സോ ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ട് വരാം. ശിവരാമൻ, നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്. അബദ്ധം കാണിക്കല്ലേ. അബദ്ധം അറിയാതെ പറ്റുന്നതല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്ന. എന്നാലും ഓക്കെ ഫൈൻ, എന്താണെങ്കിലും എനിക്ക് ഈ പീരിയഡ്സ് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ പക്ഷെ പറ്റിയെന്നല്ല, അറിയില്ല എനിക്കെന്താ പറയണ്ടേന്ന്. വല്ലാത്തൊരവസ്ഥയാണ്. എനിക്കിഷ്ടപ്പെടുന്നില്ല എന്നെ, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ദേഷ്യം വരും ഇടയ്ക്ക്. ദേഷ്യം എന്തിനാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും എനിക്കറിയാൻ പാടില്ല. സഡൻലി ലഭിക്കുമ്പോൾ നാഗവല്ലിയല്ല, ഇതിൻ്റെ വേറൊരു അതിനേക്കാൾ പിന്നെന്താ പറയുക, ഒരു വൃത്തികെട്ടൊരു വേർഷനായിട്ടാണ് ഞാൻ മാറുക. രാവിലെ എണീറ്റ് മുതൽ കരയണോ ചിരിക്കണോ, എനിക്ക് വയറുവേദനയാണോ, കാൽവേദനയാണോ, നടുവേദനയാണോ, ചങ്കാണോ വേദനിക്കുന്നത്, അതോ എൻ്റെ കൈയാണോ വേദനിക്കുന്നത്, അത് എനിക്ക്